ഈ രാത്രികാലം നമ്മുടെ വചനധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളാകുന്നു സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എക്ലസിയാസ്റ്റിസ് ചാപ്റ്റർ 11 വേഴ്സസ് 1 to 6. നമുക്ക് അതിന്റെ 1-ാമത്തെ വാക്യം ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാട്ട്. സഭാപ്രസംഗി 11:1. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് അത് നിനക്ക് കിട്ടും. ആമേൻ. പ്രിയമുള്ളവരെ, ഈ വാക്യം നമ്മൾ പലരും വായിച്ചിട്ടുണ്ട്, ചില ധ്യാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഞാൻ ഈ രാത്രികാലം ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത്, ഞാൻ ഇന്നത്തെ ഈ ധ്യാനത്തിന് ടൈറ്റിൽ കൊടുത്തേക്കുന്നത് ദൈവം തക്ക സമയത്ത് നൽകും, അതിനാൽ പ്രതീക്ഷയില്ലാതെ ദാനവും പ്രയത്നവും ചെയ്യുവിൻ. In his time, God will provide. So labor and give without expectation. പല വ്യാഖ്യാനങ്ങൾ ഈ വാക്യത്തെ കുറിച്ചുണ്ട്. ഞാൻ ചില കമന്ററീസ് ഒക്കെ റെഫർ ചെയ്തപ്പോൾ ഇത് ബിസിനസ് സംബന്ധിച്ച ഇതിനെപ്പറ്റി പറയുന്നത്, അതുകൊണ്ട് നമ്മൾ ധാരാളമായിട്ട് കൊടുക്കണം, ദൈവം തിരിച്ച് നൽകി തരും എന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അതെനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായില്ല. ഈ വാക്യം വായിച്ചതിന്റെ പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ, പഴയ കാലങ്ങളിലൊക്കെ ധാന്യം അനേക ദേശങ്ങളിലോട്ട് കയറ്റുമതി ചെയ്ത് അയക്കുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ കപ്പൽ ഉടമക്കാര് ഈ ധാന്യമൊക്കെ കയറ്റി അയക്കുമ്പോൾ അവർക്ക് യാതൊരു ഉറപ്പുമില്ല എന്നാ ഈ കപ്പൽ മടങ്ങി വരുന്നത്, പോകുന്ന വഴിയിൽ നഷ്ടപ്പെടുമോ, മുങ്ങുമോ, അവരുടെ മുതലൊക്കെയും വേറെ കരങ്ങളിൽ എത്തി അവർക്ക് ഈ യാത്ര മുഴുവനും ഒരു നഷ്ടമായി തീരുമോ എന്നൊന്നും ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയും അതൊന്നും അതിൻ്റെ മടങ്ങി വരോ എന്നൊന്നും ചിന്തിക്കുവാനായിട്ട് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു രംഗമായിരുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ചരക്ക് കയറ്റി അയക്കുകയും വീണ്ടും ചരക്ക് വാങ്ങിക്കുവാനായിട്ട് ആൾക്കാർ എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാളുകൾ കഴിഞ്ഞ് അത് മടങ്ങി വരും, അല്ലെങ്കിൽ നിനക്കത് കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. മീനിനെ പിടിക്കാനായിട്ടൊക്കെ ആൾക്കാർ എറിയുമ്പം ചെന്ന് നിൽക്കുമ്പോൾ, കടൽ തീരത്തോ തടാക തീരത്തോ ഒക്കെ നിൽക്കുമ്പം ഒരു അപ്പക്കഷ്ണം എടുത്ത് അത് ഏറിയ ശക്തിയോടുകൂടെ അത് വലിച്ചെറിയുന്നത്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല, മീൻ കിട്ടുമോ എന്നും അറിയത്തില്ല, അപ്പം ഏതായാലും കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ആ ബലം, ആ ശക്തിയോടെ എറിയുന്ന ആ ഒരു അപ്പത്തിന്റെ കഷ്ണം നമുക്ക് തിരിച്ച് മത്സ്യമായിട്ടോ നമുക്ക് തിരിച്ച് അതിൻ്റെ റിട്ടേൺസ് കിട്ടുമോ എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത് എറിയുന്നേ എന്ന് നമുക്ക് ഈ എറിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ജീവിതയാത്രയുടെ ലക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് ഞാനിന്ന് ആദ്യമായിട്ട് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കാലെടുത്ത് വെക്കും, പലതും വളരെ ശക്തിയോടുകൂടി ആയിരിക്കും നമ്മൾ ആരംഭിക്കുന്ന യാത്രകൾ. നമുക്ക് അതിൻ്റെ അന്ത്യ ലക്ഷ്യം നമുക്ക് എത്തുവാനായിട്ട് ഇടയാകുമോ എന്ന് യാതൊരു നിശ്ചയമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഏറിയ ബലത്തോടുകൂടെ നമ്മൾ ഇതിനിറങ്ങിത്തിരിക്കാറുണ്ട്. എന്നാൽ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രയത്നങ്ങളും അധ്വാനങ്ങളും ഒക്കെ നമ്മൾ പ്രതീക്ഷകളില്ലാതെ നമുക്കെന്ത് തിരികെ കിട്ടുമെന്നും എന്ത് കിട്ടുമെന്നും ഉറപ്പില്ലാതെ നമ്മൾ ചെയ്ത് കൂട്ടണം എന്നാകുന്നു സഭാപ്രസംഗി നമ്മളെ ഈ രാത്രികാലം ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ടത് അങ്ങനെ ചെയ്യണം? വൈ ഷുഡ് വി ലേബർ വിതൗട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് എനി റിവാർഡ്സ്? പ്രിയമുള്ളവരെ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച്
ഈ ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ രാത്രികാലം ജോജി പല സംഭവങ്ങളെക്കുറിച്ച് നമ്മളെ ഓർപ്പിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനം പ്രിയമുള്ളവരെ, ചുറ്റുവട്ടങ്ങളിലുള്ള ദൈവിക നന്മകളെ നമുക്ക് കാണുവാനായിട്ട് ഇടയാകാതെ തിടുക്കത്തിൽ ചില തീരുമാനങ്ങളിൽ എത്തി മനുഷ്യ ജീവിതങ്ങൾ തങ്ങളെ തന്നെ സ്വന്തമായിട്ട് ഒടുക്കിക്കളയുന്ന അനുഭവമാകുന്നു നമ്മൾ കാണുന്നത്. ആർക്കും കാത്തിരിക്കുവാനായിട്ടൊരു സമയമോ അതിന് വേണ്ടുന്നതായിട്ടുള്ള എഫേർട്സ് എടുക്കുവാനായിട്ട് അവർക്ക് ഇടയാകുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ എല്ലായ്പ്പോഴും ജീവിതയാത്ര സുഗമമല്ലായിരുന്നു. പലപ്പോഴും ഒരു കാത്തിരിപ്പിന്റെ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ദൈവത്തിനു വേണ്ടി അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് സാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നപ്പോൾ 3-4 കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുത്തു. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ദൈവവചനത്തിൽ ഉള്ളതായിട്ടുള്ള വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കണമെങ്കിൽ ഒരു കാത്തിരിപ്പിന്റെ ഒരു കാലയളവുണ്ട്. ആ കാലയളവിൽ നമ്മൾ ലഭിക്കാനിരിക്കുന്ന ആ ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച കാര്യം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് അവിടെ ദൈവസാന്നിധ്യം രുചിച്ചറിയുവാനായിട്ട് ഇടയാകും. ഇന്ന് രാത്രികാലം നമ്മളെ ആരാധിച്ചപ്പോൾ ഓർത്തു, എനിക്ക് അന്ന് വിൻസി ആയിരുന്നു തോന്നുന്നു ഓർത്തതും, നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമ്മുടെ ജീവിത യാത്രയിൽ ഇടയായെങ്കിൽ, ജോജി പറഞ്ഞതുപോലെ സ്തോത്രം, നമുക്ക് ഈ പ്രിയന്റെ സഖിത്വം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ദ പ്രസൻസ് ഓഫ് ഗോഡ് ട്രാൻസ്ഫോംസ് ദ വെരി തോട്ട് പ്രോസസ് ഓഫ് അവർ മൈൻഡ്സ്. നമ്മുടെ മനസ്സുകളിലുള്ള പിരിമുറുക്കങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ നാളുകളിലെ നമ്മുടെ ഉള്ളിലെ ഭാരങ്ങൾ, ആങ്ഷ്യസ് ആയിട്ടുള്ള എല്ലാ അവസ്ഥകളെയും മാറ്റിമറിച്ച് നമ്മുടെ ദൈവം നടത്തുവാനായിട്ട് ശക്തനായ ഒരു വ്യക്തിത്വമാകുന്നുവെന്ന് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് ഇടയാകും പ്രിയമുള്ളവരെ. മൂന്നാമതായിട്ട്, നമുക്ക് ഈ വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അപരന്റെ വേദന മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകും. ധനാഢ്യനായ ഒരു മനുഷ്യനോട് വിശപ്പ് എന്താന്ന് ചോദിച്ചാൽ ചിലപ്പം ആ വ്യക്തിത്വത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഭവനമില്ലാതെ തെരുവിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയോട് ഒരു നല്ല മെത്തയിൽ കിടന്ന് നിൽക്കുന്ന സുഖം മനസ്സിലാകുമോ എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായെങ്കിൽ മാത്രമേ അവന്റെ വേദന നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രതിസന്ധികളിലും നമുക്ക് പ്രിയമുള്ളവരെ അപരന്റെ വേദന നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ നാളുകൾ എന്താകുന്നു നമുക്ക് വേണ്ടി കാത്തിരിപ്പോടുകൂടെ ആയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മുടെ നാളുകളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ ശക്തീകരിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാത്തിരിപ്പിന്റെ സമയം ദൈവം നമുക്ക് ജീവിതയാത്രയിൽ തന്നുവെങ്കിൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യണം. നന്ദിയോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. എൻ്റെ ജീവിതത്തിന്റെ ശമ്പളമൊന്നും ലഭിക്കാതെ ഈ നാളുകളിലൊക്കെ ആയിരിക്കുമ്പോൾ വേദനപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ അനുഭവം വളരെയധികം എനിക്ക് റിലേറ്റ് ചെയ്യുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തമ്പുരാൻ തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ വലിയ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള വചനങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ പണിയുകയും നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യുമെന്ന് ഈ രാത്രികാലം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മൾ ഒരു പ്രതീക്ഷയുമില്ലാതെ പ്രിയമുള്ളവരെ ക്ഷമയോടുകൂടെ നമ്മൾ ലഭിച്ച നന്മകൾ മറ്റുള്ളവരിലേക്ക് പകരണം. സ്തോത്രം. അങ്ങനെ ദൈവം പകരുവാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗി നമ്മളെ ഈ രാത്രികാലം ഓർപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. വചനത്തിൽ നമ്മൾ ഉടനീളം നോക്കുമ്പോൾ പല ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഈ ക്ഷമയില്ലാതെ എടുത്തു ചാടി പലരും പല കാര്യങ്ങളൊക്കെ ചെയ്തു. ഒത്തിരി നല്ല എക്സാമ്പിൾസ് നമുക്ക് ദൈവവചനത്തിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. അബ്രഹാമിൽ കൂടെ ഉണ്ടായ ഇസ്മായേൽ എന്നുള്ള സന്തതി. മോശ, കനാൻ നാട് ഉറ്റുനോക്കുവാൻ മാത്രമേ മോശയ്ക്ക് സാധിച്ചുള്ളൂ.
ലോത്തിന്റെ പുത്രിമാര്, രണ്ട് ശപിക്കപ്പെട്ട വർഗങ്ങൾ, ഗോത്രങ്ങള് ഈ ഒരു ലോത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ കൂടെ, ലോത്തിന്റെ മക്കൾ രണ്ടുപേരിൽ കൂടെ ഉളവായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. മോവാബ്യരും അമ്മോന്യരും. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെയും ജീവിതത്തിൽ തിടുക്കത്തിൽ എടുത്ത പല തീരുമാനങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നത് പരാജയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളിലായിരുന്നു നമ്മൾ ചെന്നെത്തിയത്. എന്നാൽ അബ്രഹാമിന് തന്നെ ജീവിതം എടുത്തു നോക്കുവാണെങ്കിൽ, അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോകാൻ ദൈവം കൽപ്പിച്ച സ്ഥാനത്ത് അവൻ തിടുക്കത്തോടെ ഒന്നും ചെയ്തില്ല. ദൈവകൽപ്പന അവൻ പ്രമാണിച്ച് മോറിയ മലയുടെ മുകളിൽ അവൻ ചെന്നപ്പോൾ അവനെ വിശ്വാസികളുടെ പിതാവായി പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഇടയായി. മറിച്ച് ചിന്തിച്ചേ, അബ്രഹാം തിടുക്കത്തിൽ ഇത് ദൈവിക ആലോചനയല്ല, ദൈവ പദ്ധതിയല്ല, അതുകൊണ്ട് ഞാൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അബ്രഹാമിന്റെ പേര് ഇന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയോ ദൈവത്തിന്റെ പ്രിയ സുഹൃത്ത് എന്നുള്ള പേരോ അവൻ ഒരിക്കലും ലഭിക്കുവാനായിട്ട് ഇടയാകത്തില്ലായിരുന്നു. യോശുവ വിശ്വാസം കൊണ്ട് അവൻ കാൽ വെച്ച ദേശമൊക്കെ അവകാശമാക്കി. യോബിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവനെ പലരും പ്രേരിപ്പിച്ചു. അവന് മുകളിലേക്ക് നോക്കുവാൻ പോലും അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവന് ഇടയായില്ല. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവനെ ഉപേക്ഷിച്ചു. അവന്റെ ശരീരം മുഴുവൻ വ്രണമായി തീർന്ന സമയങ്ങളിലും അവൻ ദൈവമുഖത്തേക്ക് ആകാംക്ഷയോടുകൂടെ, ദൈവസന്നിധിയിൽ ക്ഷമയോടുകൂടെ നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ വിശ്വാസിയായിട്ട് നമ്മൾ ഇന്നും യോബിനെ കുറിച്ച് ധ്യാനിക്കുന്ന അനുഭവത്തിലായി തീരുമെന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവിക കൽപ്പനകളെ ലഭിച്ച ദൈവപൈതല് എന്താകുന്നു ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ഷമയോടുകൂടെ കാത്തിരുന്ന് ദൈവത്തിൻ്റെതായിട്ടുള്ള വാഗ്ദത്തങ്ങളെ അവന്റെ ജീവിതത്തിൽ അയമിറക്കിക്കൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിലുള്ള നന്മകളെ മറ്റുള്ളവരിലേക്ക് പകരണമെന്ന് ഈ രാത്രി കാലം ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലയളവിൽ അനേക അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ എന്നെ വളരെയധികം സ്പർശിക്കുന്ന ചില രംഗങ്ങളാ. ആദരം ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, വയോധികരെ ശുശ്രൂഷിക്കുന്ന കേന്ദ്രങ്ങൾ, ഓർഫനേജസ്, പ്രിയമുള്ളവരെ, നമ്മുടെ മിഷണറിമാര്, എന്തു പ്രതിഫലം ലഭിച്ചിട്ടാണ് ഇവർക്ക് ഈ ശുശ്രൂഷയിലൊക്കെ ഇവർ ഏർപ്പെടുന്നത്. മദർ തെരേസ, പ്രിയമുള്ളവരെ, അവരുടെ ജീവിതത്തില് അവരുടെ കരങ്ങളിൽ ദൈവം കൊടുത്ത താലന്തുകള് ഇന്നത്തെ ഈ വചനത്തിന്റെ കോണ്ടെക്സ്റ്റില്, ഒന്നാമത്തെ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റില് ലഭിച്ച അപ്പം, പ്രിയമുള്ളവരെ, അവര് വെള്ളത്തിന്മേലെറിയുക, ഒരു പ്രതിഫലവും അവരാഗ്രഹിച്ചിട്ടല്ല. സ്തോത്രം. ഒന്നും തിരികെ ലഭിക്കും എന്ന് ചിന്തിച്ചിട്ടല്ല. സ്തോത്രം. എന്നാൽ അവർ ഈ ലഭിച്ച താലന്തുകളൊക്കെ ദൈവസന്നിധിയിൽ അവർക്ക് ലഭിച്ച വിളിക്കൊത്തവണ്ണം അവര് എറിയുകയാ. സ്തോത്രം. വലിയ ആകാംക്ഷയോടുകൂടെ അവര് സ്തോത്രം മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ നന്മകൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ പറയുന്നത്, ഒരു ഓഹരിയെ 7 8 വിഭാഗിച്ചു കൊള്ളുക, ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ. ഗീവ് എ പോർഷൻ ടു 7 or even to 8, for you know not what disaster may happen on earth. ധാരാളമായി കൊടുക്കുവാനായിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, 7 8 എന്ന് വെച്ചാൽ പകുത്ത് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് ദൈവവചനം ഈ രാത്രികാലം നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്നവരാ. സ്തോത്രം. നമ്മൾ അനേകർക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. തിരികെ അത് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉത്തരം ഇല്ലായിരുന്നായിരിക്കും. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നത്, നമ്മുടെ കരങ്ങളിൽ ലഭിച്ച നന്മകൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ നാളുകളെ കുറിച്ച് നമുക്കറിയത്തില്ല. സ്തോത്രം. എന്ത് അനർത്ഥം സംഭവിക്കുന്നത് നമുക്കറിയില്ല. സ്തോത്രം. എന്നാൽ അവിടെ നിനക്ക് വേണ്ടി കരുതുന്നൊരു കരമുണ്ടെന്ന് അടുത്ത വാക്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. നമ്മുടെ ഇന്ന് ആരോ പ്രാർത്ഥിച്ചപ്പോഴാണെന്ന് തോന്നുന്നു പറഞ്ഞത്, നമ്മുടെ പിതാക്കന്മാരെ നോക്കിയാൽ മതി, കണ്ണുനീരോടുകൂടെ അവർ വിതച്ചു. സ്തോത്രം.
അവരുടെ കരങ്ങളിൽ പലപ്പോഴും ഒന്നുമില്ലായിരുന്നു. ഡോക്ടർ പി പി ജോബിന്റെ സംഭവം കഥ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അമ്മ 2 കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി. ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കുവാനായിട്ട് ഒന്നുമില്ല. സ്തോത്രം. ഒരു പിടി അരി. ആ അരി പ്രാർത്ഥിച്ചുകൊണ്ട് കലത്തിലേക്ക് ഇടും. അപ്പോഴായിരിക്കും ഒരു സുവിശേഷകൻ കയറി വരുന്നത്. ആ സുവിശേഷകൻ വരുമ്പോൾ ഈ ചോറ് അമ്മ അവർക്ക് കൊടുക്കും. ഇവർ കഞ്ഞിവെള്ളം കുടിച്ചു കിടന്നുറങ്ങും. എത്രയോ ജീവിതത്തിന്റെ രാത്രികൾ അങ്ങനെ ഉറങ്ങിയ അതിശ്രേഷ്ഠനായ ഒരു ദൈവദാസനായിരുന്നു ഡോക്ടർ പി ബി ജോബ്. നമ്മുടെ പിതാക്കന്മാരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ജീവിത അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുറേ കുഞ്ഞുങ്ങള് അവർക്കൊന്നും കൊടുക്കുവാനായിട്ടില്ല. നമ്മുടെ ചില അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ണുനീരോടുകൂടെ പ്രിയമുള്ളവരെ, അവരൊക്കെ ജീവിതത്തിൽ ഇല്ലായ്മകളുടെ നടുവിൽ ഉള്ളത് പങ്കുവെച്ച് കൊടുത്തത് അവരുടെ ജീവിതത്തിൻ്റെ നാളുകളിലും നമ്മുടെ ഇന്നത്തെ അനുഭവങ്ങളിലും നമുക്കത് അവരുടെ ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങളായിട്ട് കേൾക്കുവാനായിട്ട് ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ നാളെ ആരും നമുക്ക് നന്മ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. ഞങ്ങളുടെ മെലിസയുടെ കല്യാണം ഇപ്പം കഴിഞ്ഞല്ലോ. സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഇല്ലായ്മകളിൽ ദൈവം നമ്മളെ അനേകര് വന്ന് സഹായിച്ച സാക്ഷ്യങ്ങൾ അനേകം പറയുവാനായിട്ട് ഈ രാത്രികാലം ഞങ്ങൾക്കുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്തോത്രം. തമ്പുരാൻ കരുതിയെന്നല്ലാതെ ഒന്നും പ്രശംസിപ്പാനായിട്ട് ഇല്ലെന്ന് ഈ രാത്രികാലം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ ലഭിച്ച നന്മകൾ അത് ആമേൻ സ്തോത്രം അനേകർക്ക് പങ്കുവെക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ഭൂമിയിൽ പെയ്യും. സ്തോത്രം. അതൊരു സർട്ടൻ സ്റ്റേറ്റ്മെന്റ്. ഇഫ് ദ ക്ലൗഡ്സ് ആർ ഫുൾ ഓഫ് റെയിൻ ദേ എംപ്റ്റി ദംസെൽവ്സ് ഓൺ ദി എർത്ത്. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. If a tree falls to the south or to the north, in the place where the tree falls, there will it lie. 2 വശങ്ങളായി ഈ വാക്യത്തിനുള്ളത്. ഒന്ന്, മഴ പെയ്യാനായിട്ടുള്ളൊരു നിശ്ചയമായിട്ടുള്ളൊരു അനുഭവം. മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നിശ്ചയമായിട്ടും മഴ പെയ്ക്കും. 2, ഒരു മഴം വീണാല് അത് ആ വീണെടുത്ത് തന്നെ കിടക്കും. അത് മാറ്റുവാനായിട്ട് ആർക്കും സാധ്യമല്ല. മാറ്റുവാൻ സാധിക്കും, ആരെങ്കിലും പോയി മാറ്റണം, അല്ലാതെ അതിന് തനിയെ സാധ്യമല്ല. ഈ രാത്രി വേളയില് സഭാപ്രസംഗി നമ്മളെ ഓർപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിന്റെ കാലയളവൊക്കെ ചില സമയങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റീവ് ജോബ്സിനെ പറ്റിയൊരു അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് കേട്ടു. അദ്ദേഹത്തിന് പറഞ്ഞത്, തെരുവുകളിൽ നടന്ന് അമേരിക്കൻ ഹരേ കൃഷ്ണയുടെ ഇസ്കോണിന്റെ മന്ദിരത്തിലായിരുന്നു ആഴ്ചയിൽ ഒരു വട്ടം അയാള് ഫുഡ് കഴിക്കുന്നത്, ഒരു മീല് കഴിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവരുടെ ദാരിദ്ര്യം കാരണം അവർക്കൊന്നുമില്ലായിരുന്നു. ഭവനത്തിൽ വീടിലില്ലായിരുന്നു കിടന്നുറങ്ങാൻ. ഇയാളുടെ സ്വന്തം വാക്കുകളാ ഈ പറയുന്നത്. എന്നാൽ അവിടെ അയാൾ പറയുന്നത്, അന്ന് ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് പണം ഉണ്ടാക്കണം, പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് അയാൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിന്റെ 3 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പ്രിൻസിപ്പിൾ is that today is my last day. I need to finish everything that I plan to do. ഇന്ന് ഈ രാത്രികാലം നമുക്ക് ഓർത്തത്, ആദ്യം ഓർപ്പിച്ചതുപോലെ ആരാണ്ടോ, നമ്മുടെ ജീവിതത്തിന്റെ കാലങ്ങളും സമയങ്ങളും ഒക്കെ ദൈവം മാത്രം അറിയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ മരം വീഴുന്നത് പോലെ ഒരു ദിവസം മരം വീഴും. അന്നോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതികളൊക്കെ അവസാനിക്കും. ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്തു തീർക്കുവാനായി സാധിക്കത്തില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയങ്ങളൊക്കെ നമുക്ക് അധ്വാനിപ്പാനും പ്രയത്നിപ്പാനും നമുക്ക് ഇടയാകണം. പിന്നെ ദുഃഖിക്കുവാനോ സാധിക്കത്തില്ല. നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ
ആരും ചെയ്യുവാനായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് സാധ്യവുമല്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് പല കാര്യങ്ങളും തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളത് ചെയ്യുവാൻ, തീർക്കുവാൻ, നമ്മുടെ സമയത്തിനുള്ളിൽ, ആമീൻ, നമ്മുടെ കാലം കഴിയുന്നതിന് മുമ്പേ അത് പൂർത്തീകരിപ്പാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കാൽച്ചുവടുകളെ വെക്കുവാനായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ. അതിന്റെ ആദ്യ ഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്, ഈ മേൽ പറഞ്ഞ നന്മകളിൽ അനേകരെ നമ്മൾ സഹായിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആശിഷത്തിന്റെ മാരികൾ പെയ്യുക തന്നെ ചെയ്യും. ആമീൻ. മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അത് താഴെ മഴയായിട്ട് പെയ്ത് ആ ഭാഗങ്ങളൊക്കെ നനയ്ക്കും. ജീവിതത്തിന്റെ ആശിഷമാരികൾ ദൈവം നമുക്ക് നൽകി തരും. സ്തോത്രം. ഒരു സംശയവുമില്ല. ദൈവത്തിന്റെ ഒരു നിത്യ നിയമമാണ്. അധ്വാനിക്കുമെന്നവൻ കൊയ്യും. സ്തോത്രം. ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു പ്രിയമുള്ളവരെ. 4-ാമത്തെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, കാറ്റിനെ വിചാരിക്കുന്നവർ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നതുമില്ല. സ്തോത്രം. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാകുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് അറിവില്ലാതെ നമ്മൾ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥകളുണ്ട്. വി ഡോണ്ട് നോ മെനി തിങ്സ്. ദൈവം നമ്മൾ ഈ രാത്രികാലം ഈ വചനത്തിൽ കൂടെ ഓർപ്പിക്കുന്നത്, ഇങ്ങനെ അറിയാത്തതുപോലെ നമ്മൾ ഈ കാറ്റിനെയോ മഴയോ മേഘങ്ങളെയോ ഒന്നും നോക്കി നമ്മൾ കൊയ്യുവാനോ വിതയ്ക്കുവാനോ ഒന്നും നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. വിശ്വാസത്തിന്റെ കാൽച്ചോടുകൾ വെക്കുക. ലെറ്റ് us leap in faith and take leaps of faith to do what God has purposed in our minds. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ചെയ്തു തീർക്കുവാനായി സാധിക്കും. ചിലപ്പം പലതും തെറ്റിപ്പോകുന്നുമിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് പറയുവാനായിട്ടിടയാകും, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് ഇടയായി. ദൈവം നിശ്ചയമായിട്ടും അത് അനുഗ്രഹമാക്കി തീർക്കുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? രാത്രി ഒന്ന് നോക്കും, എങ്ങനെയുണ്ട് ക്ലൈമറ്റ്, എങ്ങനെയുണ്ട് വെതർ, എങ്ങനെയുണ്ട്. ജീവിതത്തെക്കുറിച്ചും പലതും അങ്ങനെയല്ലേ. പലരും പ്രിയമുള്ളവരെ കാൽച്ചുവടുകളെ വെക്കാത്തത് ഒരു അൺസർട്ടനിറ്റിയുടെ ഒരു തോട്ട് പ്രോസസ് ഉള്ളതുകൊണ്ടാണ്. എല്ലാം അനുകൂലമായിട്ട് നമുക്ക് എല്ലാം ഒന്നും ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കത്തില്ല. സ്തോത്രം. ഇംഗ്ലീഷില് ഈ സഭാപ്രസംഗിയുടെ 11:1 പറയുന്നു, കാസ്റ്റ് യുവർ ബ്രെഡ് അപ്പോൺ ദ വാട്ടേഴ്സ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. 1 പത്രോസിന്റെ 5:7 വേറെ ഒരു കാസ്റ്റ് കേൾക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. കാസ്റ്റ് ഓൾ യുവർ ആങ്സൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. ഒരു അപ്പക്കഷ്ണത്തെ വെള്ളത്തിൽ എറിയുവാനായിട്ട് നമുക്ക് എന്ത് എളുപ്പമാണ് അല്ലേ. നമ്മൾ രണ്ട് ചിന്തിക്കത്തില്ല. എറിയുവാനായിട്ട് നമ്മൾ താല്പര്യത്തോടെ എറിയും, ഒരു പ്രശ്നമില്ല. എന്നാൽ നമ്മുടെ ഭാരങ്ങളെ കർത്താവിലേക്ക് നമുക്ക് എറിയുവാനായിട്ട് ഇടയാകുന്നുണ്ടോ? ഒരു ഭാരം വരുമ്പം 100 പ്രാവശ്യം നമ്മൾ ചിന്തിക്കും, ഇതെങ്ങനെ ആയിത്തീരും, അങ്ങനെ എങ്ങനെ ആയിത്തീരും, അല്ലെ ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിത്തീരുമോ. എത്രയോ സംശയങ്ങളുമായിട്ടാണ് നമ്മൾ നിന്ന് നമ്മുടെ ജീവിതം ഉരുകിത്തീരുന്നത്. ഇന്ന് കേട്ട ഈ സൂയിസൈഡ്സിന്റെ അനുഭവം, അത് ഒരു 5 മിനിറ്റ് ആരെങ്കിലും അവരോട് സംസാരിപ്പാനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ജീവിതം മാറ്റി പറയത്തില്ലായിരുന്നു. ജീവനോട് അവര് ഇന്നിരുന്നേനുമല്ലോ. കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകങ്ങള്, ആ പയ്യനൊന്നും ആലോചിച്ചിരുന്നെങ്കിൽ അവൻ എത്രയോ അവന്റെ കടഭാരത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അപ്പത്തെ വെള്ളത്തിന് എറിയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രിയനായ കർത്താവിലേക്ക് നമ്മുടെ ഭാരങ്ങളെ എറിഞ്ഞ് പ്രിയമുള്ളവരെ, ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനം 55:22 ഓർക്കുന്നുണ്ടല്ലോ, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ട് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട്
ഇടയാകണുണ്ടോ പ്രിയമുള്ളവരെ? കാറ്റിനെ നോക്കണ്ട, മേഘങ്ങളെ നോക്കണ്ട പ്രിയമുള്ളവരെ. തക്ക സമയത്തിന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ വിതയ്ക്കുക. അത് വിളയാൻ ആകുമ്പോൾ കൊയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ചില കാര്യങ്ങളും നമ്മൾ അറിയാത്തത് ദൈവകാര്യങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, എനിക്ക് പരിജ്ഞാനമില്ല, എനിക്കറിവില്ല, നീ എന്നെ നയിച്ചാലും, നീ എന്നെ ശക്തീകരിച്ചാലും എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിലൊക്കെ ലോകം കണ്ട് വലിയ ദൈവഭക്തന്മാര് ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച് അവരെ ദൈവപുരുഷന്മാരാക്കി തീർത്ത ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും സ്പർശിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ മേഖലകള്, ഭൗതിക മേഖലകള്, നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങള്, എല്ലാ മേഖലകളിലും ദൈവിക സ്പർശനം കൊണ്ട് നമ്മൾ നിറയപ്പെടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല്, പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലാണ്. നമ്മൾ വേറെ ഒന്നിലേക്കും അല്ല നമ്മുടെ കണ്ണുകൾ ഓടിച്ച് നമ്മൾ കാത്തിരിക്കുന്നത്. കാലങ്ങളെ നോക്കുന്നില്ല, സമയങ്ങളെ നോക്കുന്നില്ല. ദൈവവചനത്തിന്റെ ജീവിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി ദൈവ പൈതല് തങ്ങളെ കാൽച്ചുവടുകളെ വെക്കുമെങ്കിൽ നിശ്ചയമായിട്ടും തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളെ ദൈവം നടത്തിയില്ലേ? എത്രയോ വട്ടം നമ്മളെ പരിപാലിച്ചു, സൂക്ഷിച്ചു. എങ്ങനെയായി തീരുമെന്ന് ചിന്തിച്ച് വ്യസനിച്ച നാളുകള് എണ്ണി എണ്ണി നമുക്ക് പറയുവാനായിട്ട് ഈ രാത്രികാലം ഇടയാകും. സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ നാളുകൾ നമ്മളെ ഇത്രയും പ്രതിസന്ധികളിൽ കൂടെയും ആവശ്യഭാരങ്ങളിൽ കൂടെയും ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രസ്സിംഗ് ആയിട്ടുള്ള നീഡ്സില് ദൈവം നമ്മളെ കരുതിയെങ്കിൽ നമുക്ക് തമ്പുരാനിൽ ഈ രാത്രികാലം ശരണപ്പെടാം. കാറ്റിനെ നോക്കാതെ, മേഘങ്ങളെ നോക്കാതെ, പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞതുപോലെ ഏറിയ ശക്തിയോടുകൂടെയും പൂർണ്ണ ബലത്തോടെയും പൂർണ്ണ മനസ്സോടുകൂടെയും ലഭിച്ച നന്മകൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് നമ്മുടെ ജീവിതയാത്ര തുടരുവാനായിട്ട് നമുക്ക് സഹായം തേടാം. ദൈവസന്നിധിയിൽ നമുക്ക് ബലപ്പെടാം. പിന്നെ ഇതിനോട് ചേർന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, തളർച്ചകളും ജീവിതത്തിന്റെ വേദനകളും ഇല്ലാത്ത ഒരുവനും പോലും ഇല്ല. സ്തോത്രം. എനിക്ക് അനുഭവപ്പെടാനായിട്ട് ഇടയായത്, ഒന്ന്, കർത്താവിനോട് പ്രാർത്ഥിക്കുക. Seek God's face. Be in His presence. Wait to hear from Him. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവിക ആലോചനകൾ ചോദിച്ചു, കർത്താവേ, I want you to tell me what is to be done. പലപ്പോഴും നമ്മൾ കേൾക്കത്തില്ലായിരിക്കും. Be still. ഒന്നും ചെയ്യണ്ട, കാത്തിരിപ്പോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. എൻ്റെ ജീവിതത്തിന്റെ കുറെ കാത്തിരിപ്പിന്റെ നാളുകളിലായി ഈ സമയങ്ങളിലൊക്കെ കഴിച്ചു കൂട്ടുന്നത്. പക്ഷെങ്കിൽ മറ്റൊരു കാര്യവും കൂടെ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ആത്മീയ സുഹൃത്തുക്കൾ, ചുറ്റുവട്ടങ്ങളിലുള്ള വ്യക്തിത്വങ്ങളോടൊക്കെ നമുക്ക് സംസാരിപ്പാനായിട്ടും ഇടയാകണം. Conversations and fellowships make life's journeys meaningful, mutually supportive. നമ്മൾ പ്രിയമുള്ളവരെ മറ്റുള്ളവരോട് തുറന്നു പറയാറുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ? സഹോദര, ഒന്ന് പ്രാർത്ഥിക്കണേ പറയാറുണ്ടോ? സഹോദരന് വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? പങ്കുവെക്കാറുണ്ടോ പ്രിയമുള്ളവരെ? ഈ രാത്രികാലം നമ്മളെ കർത്താവ് ഓർപ്പിക്കുന്നത്, ദൈവം മുമ്പാകെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് കഴിയുമ്പോൾ തമ്പുരാൻ നടത്തും എന്നുള്ളത് വിശ്വസിച്ച് നമ്മുടെ ഭാരങ്ങളെ just cast it on him. He is able to carry you through. അതേ പ്രിയമുള്ളവരെ, just give it to the Lord and just be free. നമ്മൾ പിന്നെ എന്തിനാ കാള പോലെ കഴുത പോലെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഭാരം ഇറക്കി വെക്കും പ്രിയമുള്ളവരെ. He is enough. He is capable to carry you through. Give it to him. അല്ലെങ്കിൽ നമ്മളാണോ ഇത്രയും നാളും നമ്മുടെ ജീവിതയാത്ര നടത്തിയത്? അല്ല. കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി പ്രിയമുള്ളവരെ. അവൻ എത്രയോ മതിയായവന്. സ്തോത്രം. അവൻ എത്രയോ വിശ്വസ്തനാ. ജീവിത ആരംഭം മുതൽ ഇന്നയോളം നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്ത കരങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുന്നത് പോലെ
ജീവിതത്തിൽ പല വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ വെച്ചതുപോലെ നമ്മുടെ ജീവിത ഭാരങ്ങളെയും ദൈവകരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുക. കർത്താവേ, നീയാണല്ലോ പറഞ്ഞത്, ഐ ജസ്റ്റ് ഗിവ് ഇറ്റ് ഓൾ ടു യു ലോർഡ് എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരാം. Let us have meaningful conversations with our fellow believers. Have fellowship, companionship, visit someone, spend time with the people, and comfort each other, strengthen each other, so that your strength will be the other's strength, and you will be able to uplift the other. ഈ രാത്രികാലം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമോ? ചിലരോട് തന്നെ സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ ഹൃദയം വേദനിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവാത്മാവിൽ നമുക്ക് ഇടയാകുന്നുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാകണം പ്രിയമുള്ളവരെ. ഈ രാത്രി വേളയിൽ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോരാ. സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ. 3-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞതുപോലെ മരം വീണ് അവിടെ കിടക്കും, ഒന്നും ചെയ്യുവാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. ശുദ്ധ മലയാളത്തിൽ പഴയവാണെങ്കിൽ പിന്നെ കുഴിച്ചിട്ട് മൂടി തീർന്നു, ജീവിതം തീർന്നു, ഓർമ്മ തീർന്നു, ചരിത്രം തീർന്നു, എല്ലാം കഴിഞ്ഞു. നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, നിശ്ചയമായിട്ടും ഉണ്ട്. ബട്ട് ഹാവ് വി റിയലി lived up to the potential that God has given us? The answer is absolutely no. No, I have not lived. We have not lived. കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് വിശ്വാസത്തിൽ നമുക്ക് വിതയ്ക്കാം, ദൈവം നമുക്ക് വലിയ കൊയ്ത്തിനെ നൽകി തരും. 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത്. ഇതോ അതോ ഏത് സ്ഥലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമെന്നോ എന്നും നീ അറിയുന്നില്ലല്ലോ. In the morning sow your seed, and at evening withhold not your hand, for you do not know which will prosper, this or that, or whether both alike will be good. ഒരു നിരന്തരം പ്രയത്നിക്കുന്ന ഒരു അധ്വാനിയെക്കുറിച്ച് ഇവിടെ കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ദിനംതോറും നമുക്ക് ലഭിച്ച ദൈവദർശനം ജീവിതയാത്രയിൽ കൂടെ ഉടനീളെ നമ്മൾ വിതച്ച് നമ്മൾ കടന്നു പോകണം. എന്നിട്ട് അതിന് പ്രതിഫലം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. വൈകിട്ട് സ്തോത്രം ഇവിടെ പറയുന്നത് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ മറ്റുള്ളവരിലേക്ക് പകരുക. സ്തോത്രം. The blessings you have received, the grace you have received, the promises of God which you have received, give it to the others. കാരണം ഏതാ ഫലിക്കുന്നത് നമുക്കറിയത്തില്ല. ഇതോ അതോ എന്ന് നമുക്കറിയത്തില്ല. പലരോടും സംസാരിച്ചിട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റുള്ള ചെവി കൂടെ ഇറങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. എന്നാൽ കേൾക്കുന്ന വ്യക്തി, അനുസരിക്കുന്ന വ്യക്തി അവരുടെ ജീവിതത്തിൽ അത് രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കും. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമായി പോകുന്നില്ല. ആമേൻ. അത് നമ്മുടെ ജീവിത അനുഭവമാ, നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാ. അതുകൊണ്ട് നമ്മൾ കൊയ്യുക, നമ്മൾ വിതയ്ക്കുക, ദൈവമാ പ്രതിഫലം തരുന്നത്. തമ്പുരാൻ അത് നടത്തുകയും സഹായിക്കുകയും ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാം. Luke chapter 6 verse 38. In English ഞാൻ വായിക്കാം. Give and it will be given to you, a good measure, pressed down, shaken together and running over, will be poured into your lap. For with the measure you use, it will be measured to you. എടുത്തവര് വായിക്കാം. ലൂക്കോസ് 6:38. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അത് അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും.
ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് ഇത് പറഞ്ഞതാ. സ്തോത്രം. ഈ രാത്രി വേളയില് സഭാപ്രസംഗിയുടെ 11-ാമത്തെ അധ്യായം 1-2 ചേർത്ത് ഇത് വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അമർത്തി കുലുക്കി ഹല്ലേലൂയ നമുക്ക് നൽകി തരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കൊടുത്തെങ്കിൽ കുറഞ്ഞു പോയെന്ന് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഞാൻ ആദ്യം നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഒരു മെഴുകുതിരി, അല്ലെങ്കിൽ ഒരു റാന്തൽ വിളക്ക്, അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ കീഴിലിരുന്ന് പ്രാർത്ഥിച്ച് ഇല്ലായ്മയിൽ പലരും പലതും കൊടുത്തത് ഇന്നത്തെ തലമുറകൾ എത്രയോ സമൃദ്ധിയോടുകൂടെ കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാവും. തമ്പുരാൻ അമർത്തി കുലുക്കി തരുവാനായിട്ട് ശക്തനാ. സ്തോത്രം. അതുകൊണ്ട് ഈ കൊടുക്കുന്നത് കിട്ടാനായിട്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള ധനത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ധനം കിട്ടുമോ കിട്ടാതെ ഇരിക്കട്ടെ, ധനം പലപ്പോഴും ഒരു ശാപമാണ്. സ്തോത്രം. അത് നമുക്ക് കവിയുന്നതിൽ അധികം ലഭിക്കാതിരിക്കട്ടെ. ദൈവമുഖം അന്വേഷിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കിയെങ്കിൽ, പ്രിയമുള്ളവരെ, തലമുറകളെ പ്രാപ്തരാക്കിയെങ്കിൽ അതിലപ്പുറം ഒരു അനുഗ്രഹം ജീവിതത്തിൽ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിതയ്ക്കുന്ന വചനത്തിന്റെ വിത്തും, നമ്മൾ വിതയ്ക്കുന്നതായിട്ട് ജീവിതത്തിന്റെ നന്മകളും ദൈവിക സാക്ഷ്യങ്ങളും ഒക്കെ അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും മതിയായതെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ രാത്രികാലം ഓർത്തുകൊള്ളുക. സ്തോത്രം. നമ്മളെ ആത്മീയമായിട്ട് നിറയ്ക്കുവാനായിട്ട് ശക്തനായ ദൈവമുണ്ട്. ഭൗതികമായിട്ട് ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, ആത്മീയമായി നമ്മളെ ശക്തീകരിക്കുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം ഈ രാത്രികാലം ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ രാത്രി വേളയിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച 3-4 കാര്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷമയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ലഭിച്ച നന്മകൾ ധാരാളമായിട്ട് വിതയ്ക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, തമ്പുരാൻ മഴ പെയ്യിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. സ്തോത്രം. ജീവിപ്പാൻ ഒരു കാലയളവുണ്ട്. ആ കാലയളവിനുള്ളിൽ നമുക്ക് നമ്മുടെ പ്രയത്നം, അധ്വാനിയും എല്ലാം തീർത്ത് ദൈവസന്നിധിയിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിവർത്തീകരിച്ച് മടങ്ങിപ്പോവാനായിട്ട് ഇടയാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. മഴയെക്കുറിച്ചും മേഘങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ വിതയ്ക്കുന്നത് നമുക്ക് നിരന്തരം വിതച്ച് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തി സമർപ്പിക്കാം. 2 കാര്യങ്ങൾ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ട് ഇന്നത്തെ രാത്രികാലത്തെ വചനം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഫാദർഹുഡും മദർഹുഡും എന്തെങ്കിലും പ്രതിഫലം തിരികെ ലഭിക്കും എന്ന് വിചാരിച്ചാണോ സ്നേഹം കൊടുത്ത് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ വളർത്തിയത്? നമ്മൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ഇതെല്ലാ മാതാപിതാക്കളെ കുറിച്ചും പറയുവാനായിട്ട് സാധിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു മാതാവും ഒരു പിതാവും തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, നമ്മുടെ പിതാക്കന്മാർ നമ്മളെ വളർത്തിയതെന്ന് ഓർക്കാം. മാതാക്കന്മാർ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയത് നമ്മളൊന്ന് ഓർക്കാം. നമ്മുടെ അച്ഛപ്പച്ചന്മാരും അമ്മച്ചിമാരും കാണാത്ത തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ഓർക്കാം. പ്രിയമുള്ളവരെ, അവരുടെ കണ്ണുനീരാ നമ്മൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന നന്മകൾ. നത്തിങ് എൽസ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള വിതച്ചതായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കാം. 2, കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ. പ്രിയമുള്ളവരെ, they don't see the results that may manifest in the child 10 years, 20 years, 30 years later on in adulthood, but they sow the seeds. ഇന്ന് വിശ്വാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ജീവിതത്തെ രൂപപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. ആർക്കും ചെയ്തു കൊടുക്കാതെ ചെയ്ത് സാധിക്കാത്തതായിട്ടുള്ള രൂപാന്തരം വരുത്തുവാൻ ശക്തനായ ദൈവമുണ്ട്. അവനത് പ്രവർത്തിക്കും. സ്തോത്രം. ഞാൻ എല്ലാ സമയങ്ങളിലും, പ്രിയമുള്ളവരെ, നമ്മുടെ സഭകൾക്ക് വേണ്ടി, നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, തെറ്റിപ്പോവാൻ ഇടവരല്ലേ. എത്രയോ കണ്ണുനീരൊഴുക്കുന്ന ഭവനങ്ങൾ, പ്രിയമുള്ളവരെ, നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഈ രാത്രി വേളയിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച താലന്തുകൾ കർത്തൃസന്നിധിയിൽ പകർന്ന് നമുക്ക് ദൈവം മുമ്പാകെ നമ്മളെ സമർപ്പിച്ച് ജീവിതയാത്ര തുടരാൻ നമുക്ക് ഒരുങ്ങാം.
പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ.